ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഗുഡ് മോർണിംഗ് ഉമ്മ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവും. ആണോ? ഓ, അപ്പോൾ ഇവിടെ എന്താ ഈ രമണനെ കാത്തിരിക്കുന്ന ചന്ദ്രികനെ പോലെ നിൽക്കണം അമ്മ? ഇത് രമണനെ കാത്തിരിക്കുന്ന ചന്ദ്രികയല്ല, ഇത് മോഹന്റെ കാത്തിരിക്കുന്ന അംബുജാണ്. ആണോ? അത് എവിടേക്ക് പോയി മൂപ്പര്? മൂപ്പര് എവിടെ പോയി? അല്ല, ഈ പ്രായത്തിൽ ഈ മരച്ചോട്ടിൽ വന്നിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. ഏയ്, ഇത് ഞാൻ എന്റെ അതെന്തറിയോ, എപ്പോഴും നമ്മൾ ഈ അടുക്കളയിലൊക്കെ നിന്നിട്ട് ഈ പാചകങ്ങളല്ലേ അതൊക്കെ ഇങ്ങനെ കാണിച്ച് വേർത്ത് ഒലിച്ചിങ്ങനെ നിൽക്കണേക്കാളും നല്ലത് കണ്ടോ, എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ഒരു കുളിർമ അല്ലേ, ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി. അപ്പോൾ എത്രയോ പേര് ടൗണിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഒരു മരം പോലും കാണാൻ കിട്ടില്ല അല്ലേ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ പേരുണ്ടാവില്ലേ, അവർക്ക് ഇതൊക്കെ ഒന്ന് കാണും കൂടി ചെയ്യാം. അപ്പോൾ എന്നെ പോലെ അവർക്ക് സന്തോഷമാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പുറത്ത് നമ്മുടെയൊക്കെ വള്ളുവനാടിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് അല്ലേ. വള്ളുവനാടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേകതയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പ്രകൃതി എന്താ പറയുക, കനിഞ്ഞ് നൽകിയ ഒരു ഭംഗി എന്നൊക്കെ പറയുന്നു. അപ്പം അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനും സന്തോഷം. അതുപോലെ എൻ്റെ ഈ യൂട്യൂബ് കാണുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതേപോലെ എനിക്ക് വല്ല അസൂയുണ്ടോ? കുറച്ച് എന്താ പറയുക, എനിക്ക് അടുക്കളയിൽ നിന്ന് കുറെ പഠിക്കായിരുന്നു. അല്ല, അമ്മ വരും അടുക്കളയ്ക്ക് തിരിച്ചു. ഇങ്ങനെ എപ്പോഴും ഞാൻ ഇവിടെ ഒന്നല്ല, അടുക്കളയിലേക്ക് വരും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചമ്മ, എന്താണ്, നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ, അമ്മയായാലും അധ്യാപകരായാലും എന്തെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കി നമ്മൾ തലയിൽ കയറണമെങ്കിൽ നമ്മളോട് എന്താ ചെയ്യുക, ഒരു കഥാരൂപേണ പറയും അല്ലേ. അതുപോലെ തന്നെ ഓരോ കഥയിലും ഓരോ മെസ്സേജ് ഉണ്ട് പറയുമ്പോൾ അവസാനം ചോദിക്കില്ലേ എന്താണ് ഈ കഥയുടെ മോറൽ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കഥയിലും ഒരു സന്ദേശമുണ്ട്, സന്ദേശമില്ലാത്ത ഒരു കഥയില്ല. അതുപോലെ തന്നെ ഇന്നൊരു കഥയിലൂടെ ഒരു നല്ല സന്ദേശം നൽകാൻ പറ്റുമോ? കഥ എനിക്ക് ഇഷ്ടമാണല്ലോ പറയാം. അപ്പൊ പിന്നെ കഥ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഒരു കഥ. എന്തറിയോ, ഒരു കുടുംബം, അതിന് അച്ഛൻ, അപ്പോൾ ഭാര്യ മരിച്ചിട്ട് ഒരു മകനുണ്ടാവും. ആ മകനെ ഈ അച്ഛൻ, അതായത് ഇങ്ങോട്ട് വളർത്തി വലുതാക്കി, വേറെ വിവാഹമൊന്നും കഴിക്കാതെ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ നോക്കി മകനെ വളർത്തുന്ന ഒരച്ഛനാണ്. അവർ സമ്പന്നരാണ്. അപ്പോൾ അങ്ങനെ മകനാണെങ്കിൽ പഠിക്കാൻ വളരെ മിടുക്കനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മകൻ നല്ലൊരു മകൻ തന്നെയാണ്. അപ്പോൾ അവൻ അങ്ങനെ പഠിച്ച് അവന് ബിരുദാനന്തര ബിരുദമൊക്കെ നേടി. അതിൽ ലാസ്റ്റ് ഇയർ അവൻ എന്ത് ചെയ്യും, അച്ഛനോട് പറയും, അച്ഛാ ഞാൻ ഈ പ്രാവശ്യം എല്ലാത്തിലും ടോപ്പാവും. അപ്പം എനിക്ക് അച്ഛനൊരു ഗിഫ്റ്റ് തരണം, ഞാൻ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താ അറിയോ, അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്, എന്നാലും ഒരു ക്രേസല്ലേ ഈ ചെറുപ്പക്കാർക്ക്, അന്നത്തെ പുതിയ മോഡൽ വില കൂടിയ ഒരു കാറ് വേണമെന്ന് അവൻ്റെ ആഗ്രഹം. അത് അവൻ്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ അതിനെന്താ മോനെ, നീ എല്ലാത്തിനും ടോപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ആ ഗിഫ്റ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഇവൻ ആ സന്തോഷത്തിൽ ഒന്നും കൂടി നന്നായി മനസ്സിരുത്തി പഠിച്ച് അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. റിസൾട്ട് വരുന്ന ദിവസം അവൻ അവിടെ പോയിട്ട് പറയും, പോകുമ്പോൾ പറയും, അച്ഛ റെഡി ആയിക്കോ, ഞാൻ എന്തായാലും ടോപ്പിലെത്തുന്നു. അപ്പോൾ അങ്ങനെ അവനോടൊപ്പം റിസൾട്ട് നോക്കിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്, എല്ലാത്തിലും ടോപ്പ്. അപ്പോൾ അവനോടൊന്ന് അച്ഛന് ഫോൺ വിളിക്കുകയാണ്, അച്ഛാ എനിക്ക് വേണ്ട ഗിഫ്റ്റ് അവിടെ കരുതിക്കോളൂ, ഞാനിതാ റിസൾട്ട് നോക്കി എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ ചിലവഴിച്ച് ഞാൻ നേരെ അങ്ങോട്ട് വരികയാണ്, അപ്പം ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റ് എനിക്ക് കിട്ടണം. ഓ അതിനെന്താ മോനെ നീ വന്നോ എന്ന് പറഞ്ഞു. അച്ഛന് വളരെ സന്തോഷമായി, ഫോൺ വെച്ചു. അവനങ്ങനെ അവിടുത്തെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് അവനങ്ങനെ വന്നു വീട്ടിൽ വന്നിട്ട് ഗിഫ്റ്റിൻ്റെ ആഗ്രഹമല്ലേ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമല്ലേ. അങ്ങനെ സന്തോഷത്തോടെ ഓടിപ്പോകുമ്പോൾ അച്ഛൻ സ്വീകരണ മുറിയിലിരിക്കുന്നു. അപ്പോൾ അച്ഛനെ കണ്ടതും ആദ്യം പോയിട്ട് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിച്ച് അവൻ ഇങ്ങനെ ചിരിച്ചിട്ട് നിൽക്കും, അച്ഛാ ഞാനിങ്ങനെ അച്ഛനെ കെട്ടിപ്പോയി. അപ്പോൾ അച്ഛൻ പറയും, മോനെ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്, നീ എൻ്റെ അഭിമാനം നീ രക്ഷിച്ചു, നീ എല്ലാത്തിലും ടോപ്പാണ്, നീ എല്ലാത്തിലും നല്ലവനാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മകനെ ഓർത്ത് എന്ന് പറഞ്ഞിട്ട് മകൻ്റെ കയ്യിൽ ഒരു കവർ കൊടുക്കും, ഇങ്ങനെ പാക്ക് ചെയ്ത് ഒരു സുന്ദരമായി നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കും. അപ്പോൾ അവനത് വേഗം വാങ്ങിക്കും സന്തോഷത്തോടെ. വാങ്ങിച്ചിട്ട് ആ ഗിഫ്റ്റ് ബോക്സ് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേഗം അവൻ്റെ മുറിയിലേക്ക് ഓടും.
മുറിയിൽ പോയി ഇരുന്നിട്ട് സന്തോഷത്തോടെ അവൻ ആ ഗിഫ്റ്റ് ബോക്സ്, അവൻ്റെ മനസ്സിലെന്താണെന്നറിയോ, ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ അവൻ ആഗ്രഹിച്ച കാറിൻ്റെ താക്കോലായിരിക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ ആഗ്രഹം അതാണ്. അപ്പോൾ അച്ഛൻ എന്തും അവന് ചെയ്തു കൊടുക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇതും അങ്ങനെ ഗിഫ്റ്റ് ബോക്സ് തുറന്നതും കാണുന്നത് എന്താ അറിയോ, രാമായണം അതിൻ്റെ ഉള്ളിൽ. അതത് കണ്ടതും അവൻ്റെ മനസ്സിലൊരു ഞാൻ ഇത്രയും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചോദിച്ചിട്ട് അച്ഛൻ എനിക്ക് രാമായണമാണോ തന്നത് എന്നൊരു മനസ്സിൽ തോന്നൽ. അവൻ ആ രാമായണം തുറന്നു പോലും നോക്കാതെ അവൻ്റെ മനസ്സിൽ വിഷമം തോന്നി. അവൻ്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് വന്നു. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സമ്മാനം എൻ്റെ അമ്മ എനിക്ക് തരുമായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അങ്ങനെ ഇവൻ ആ ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ അവിടെ വെച്ചിട്ട് അവൻ ആലോചിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച ആ കാർ എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. എൻ്റെ അച്ഛൻ എന്നോട് ഇത്രയല്ലേ ഇഷ്ടമുള്ളൂ, ഇത്രയൊക്കെ സമ്പത്തുണ്ടായിട്ട് പോലും അച്ഛനത് ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇവൻ വിഷമായി. ഇവൻ എന്ത് ചെയ്തു, ഒന്നും പറയാണ്ട് അവിടുന്ന് അവൻ ആ വീട് വിട്ടു പോയി. പോകുമ്പോൾ അവൻ്റെ മനസ്സിലെന്താ അറിയോ, അവൻ ആഗ്രഹിച്ച ആ കാർ അവൻ മേടിച്ചിട്ട് അച്ഛനെ കാണാൻ ഞാൻ വരുള്ളൂ, സ്വന്തമായി അധ്വാനിച്ചിട്ട് എന്നുള്ള തോന്നല്ല. അവൻ വീട് വിട്ടു പോയി. അങ്ങനെ കുറേ വീട് വിട്ട് പോണ സമയത്ത് ഇവൻ്റെ നമ്പർ പോലും മാറ്റി. കാരണം അച്ഛൻ വിളിച്ചാൽ പോലും കിട്ടരുത് അച്ഛനോട് ദേഷ്യം, ഒരു മനസ്സിലൊരു പരിഭവം, അങ്ങനെ പോയി. അവൻ അങ്ങനെ കുറേ ജോലിയൊക്കെ ചെയ്തു, ചെറിയ ബിസിനസ് ചെയ്തു. അങ്ങനെ അവനൊരു നല്ല നിലയിലെത്തി. അവൻ ആ വണ്ടി മേടിക്കാനുള്ള സാമ്പത്തികമൊക്കെ ആയപ്പോൾ അവൻ ആ വണ്ടി മേടിച്ചു. ആ വണ്ടി മേടിച്ചിട്ട് അവൻ താമസിക്കുന്ന വീടില്ല, ഇപ്പം താമസിക്കുന്ന വീടില്ല, അതിൻ്റെ മുമ്പിൽ ആ വണ്ടി കൊണ്ടുവന്ന് നിർത്തി ആ വണ്ടിയിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ആ വണ്ടിയോടുള്ള ഒരാഗ്രഹമില്ലേ, എനിക്ക് ഈ വണ്ടി എന്നുള്ളത്, ആ ആഗ്രഹം അവൻ്റെ മനസ്സിൽ അവന് തോന്നി, ഈ ഒരു വണ്ടിയാണോ, ഇതിന് വേണ്ടിയിട്ടാണോ ഞാൻ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ചത് എന്നുള്ളൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ താനേ വന്നു. കാരണം ഇതൊരു വണ്ടി, ഇതിന് വേണ്ടിയിട്ട് ചെറുപ്പം തൊട്ട് എനിക്ക് വേണ്ടി ജീവിച്ച് എന്നെ വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിച്ച് ഞാൻ ഈ വണ്ടി വാങ്ങാനുള്ള പ്രാപ്തനാക്കിയതാരാണ്, എൻ്റെ അച്ഛനാണ്. ആ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് ഈ വണ്ടിക്ക് വേണ്ടിയാണോ ഞാൻ വന്നത് എന്ന് തോന്നിയപ്പോൾ അവൻ്റെ മനസ്സിൽ അവനൊന്നുമല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം എന്നെ ഇത്രയും വലുതായി വളർത്തി വലുതാക്കിയ ഒരു അച്ഛനെ ഉപേക്ഷിച്ചിട്ട് ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ വന്നല്ലോ, അപ്പോൾ ഇതിനെല്ലാം പ്രാപ്തനാക്കിയത് അച്ഛനാണല്ലോ എന്നുള്ള ബോധോദയം അവനുണ്ടായത് എപ്പോഴാണ്, ഇപ്പം വൈകിയവൻ. അപ്പോൾ അവൻ അങ്ങനെ ഒരുപാട് വിഷമം തോന്നി. അപ്പം തന്നെ അവൻ എന്ത് ചെയ്തു, ഫോണെടുത്ത് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവിടുത്തെ ജോലിക്കാരനാണ് ഫോൺ എടുത്തത്. ജോലിക്കാരന് ഇവന് പരിചിതമാണല്ലോ. അപ്പോൾ അവൻ പറയും, ജോലിക്കാരനെ മനസ്സിലായപ്പോൾ പറയും, അച്ഛന് ഫോണൊന്ന് കൊടുക്കൂ പറഞ്ഞപ്പോൾ, അയ്യോ മോനെ നീയാണോ, അച്ഛന് ഫോൺ കൊടുക്കാൻ പറ്റില്ല മോനെ, 10 ദിവസം മുൻപ് അച്ഛൻ നമ്മുടെയൊക്കെ വിട്ടുപോയിരുന്നു. അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സിലാകെ എന്തോ എന്നറിയാത്തൊരു വിഷമം, സഹിക്കാൻ പറ്റാത്ത സങ്കടം തോന്നി. അവൻ അങ്ങനെ കുറേ നേരം അവൻ അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ അവൻ്റെ നാട്ടിലേക്ക് വണ്ടി കയറി, നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ വീട്ടിൻ്റെ പടി കയറുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിങ്ങനെ വിങ്ങുകയാണ്. അങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അപ്പോൾ ആ ഹാളിൽ വലിയൊരു ഫോട്ടോ മാലയിട്ട് തൊട്ടിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവൻ കുറേ നേരം അച്ഛന് കൈ തൊഴുത് പ്രണമിച്ച് അവൻ കണ്ണീരൊഴുക്കി നിന്നു. അപ്പോൾ അവനിങ്ങനെ നോക്കിയപ്പോണ്ട് ആ ഫോട്ടോത്തിൻ്റെ താഴെ അന്ന് അവന് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഒരു ബോക്സ്, ആ ബോക്സ് അതേപോലെ ഇരിക്കണം. അത് കണ്ടപ്പോൾ അവൻ, അയ്യോ അന്ന് അച്ഛൻ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്ന ഈ ബോക്സ് ഇവിടെ അങ്ങനെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ ബോക്സ് എടുക്കും. എൻ്റെ അച്ഛൻ എനിക്ക് അവസാനമായി തന്ന ഗിഫ്റ്റല്ലേ എന്നും പറഞ്ഞ് അതെടുക്കും. അതെടുത്തിട്ട് അന്ന് അവൻ അതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിയില്ല. പക്ഷേ ഇന്ന് അവൻ ആ രാമായണം തുറന്നപ്പോൾ അതിലൊരു എഴുത്ത്, ആ എഴുത്ത് അവനിങ്ങനെ വായിക്കുകയാണ്, മോനെ നീ ഒരുപാട് എല്ലാ ഉയരങ്ങളിലും എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിനക്ക് നീ ആഗ്രഹിച്ച ഗിഫ്റ്റ് ഞാൻ തരുമ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും പരിഭാവനമായ ഒരു ഗ്രന്ഥത്തോടൊപ്പമാണ് നിനക്കത് ഞാൻ നൽകണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ നിനക്ക് നൽകുന്നതെന്ന് പറഞ്ഞ് ആ ലെറ്റർ ഇങ്ങനെ എടുത്ത് രാമായണ പുസ്തകം അതിൻ്റെ സൈഡിൽ ഒരു താക്കോലുണ്ട്. അപ്പോൾ അന്ന് അവൻ ആഗ്രഹിച്ച ആ കാറിൻ്റെ താക്കോൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവൻ ഈ രാമായണ ഗ്രന്ഥത്തോടൊപ്പം അച്ഛൻ ആ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. പക്ഷെ അവനത് തുറന്നു നോക്കിയില്ല. കാരണം രാമായണം എന്ന് കണ്ടപ്പോൾ തന്നെ അച്ഛനൊരു രാമായണ രാമായണ ഗ്രന്ഥമാണോ എനിക്ക് തന്നത് എന്നവന് തോന്നിപ്പോയി. പക്ഷെ അച്ഛൻ്റെ മനസ്സിലെ ആ പരിപാവനമായ ആ ഗ്രന്ഥത്തോടൊപ്പം എൻ്റെ മകൻ എല്ലാ ഉയർച്ചയിലും എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നൽകിയ ആ ഗിഫ്റ്റ് അവന് തുറന്നു നോക്കാൻ അന്ന് തോന്നിയില്ല. അതാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക, ഏതിനും എടുത്തുചാട്ടം നല്ലതല്ല. കാരണം അതൊന്ന് തുറന്നു നോക്കാൻ അന്നവന് തോന്നിയിരുന്നെങ്കിൽ ഇന്നവൻ അവൻ്റെ അച്ഛൻ
നഷ്ടപ്പെട്ട് അതിൻ്റെ ശേഷം അവന് ഈ കുറ്റബോധം തോന്നേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ മനുഷ്യരങ്ങനെയാണ്, നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ടതും. അപ്പോൾ അച്ഛനോട് പോയി അവന് ചോദിക്കായിരുന്നു, അച്ഛാ ഞാനൊരു ഗിഫ്റ്റല്ലേ ആവശ്യപ്പെട്ടു, അച്ഛൻ എന്താ എനിക്ക് ഈ രാമായണം തന്നെന്ന് അന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അന്ന് അവനത് ചോദിച്ചില്ല. അവന് മനസ്സിൽ ദേഷ്യം തോന്നി, അവന് പെട്ടെന്ന് അച്ഛനെ വിട്ടുപോകണമെന്ന് തോന്നി. അപ്പോൾ ഇതുപോലെ പല തെറ്റുകളും നമ്മൾ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് പറയുക, നമ്മുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുമ്പോൾ അന്ന് അവനത് തുറന്ന്, അച്ഛാ ഈ രാമായണ പുസ്തകം എനിക്ക് തന്നല്ലോ, അച്ഛൻ ഞാൻ ചോദിച്ചത് കാരല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേനെ. പക്ഷെ അതിനൊന്നും നിൽക്കാതെ ആ വളർത്തി വലുതാക്കിയ അച്ഛനെ ഒറ്റപ്പെടുത്തി പോയ ആ മകൻ്റെ വിഷമം ജീവിതകാലം മുഴുവൻ തീരും. അതുപോലെ പല തെറ്റുകളിലേക്ക് മനുഷ്യർ പോകും. അതെന്താ പറയുക, ഒരു എടുത്തുചാട്ടം, മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കാതെ പോയാൽ പിന്നെ മനസ്സിലാക്കി വരുമ്പോഴേക്കും മനസ്സിലാക്കിയിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ അച്ഛനായാലും അമ്മയായാലും കുടുംബ ബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും ഭാര്യ ഭർത്താവ് ബന്ധങ്ങളായാലും ഇവരൊക്കെ പറയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കാണ്ട് പോണത് കൊണ്ടാണ് മനസ്സിലാവേണ്ട സ്നേഹം പോലും മനസ്സിലാവാതെ പോകുന്നത്. അങ്ങനെ മനസ്സിലായി വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ആൾ തന്നെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അതാണ് സത്യം. അപ്പോൾ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളിനെ ഒരിക്കലും ആയാലും ദേഷ്യമായാലും നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞ് അത് ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ചെയ്തത് എന്ന് നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പക്ഷെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ഒരു വിളിയോരത്തുണ്ടാവണം പറയില്ലേ, ഒരു വിളിയോര മകലെ നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വട്ടം നഷ്ടപ്പെട്ടു പോയ സ്നേഹം പിന്നെ എത്ര പ്രയത്നിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ സ്നേഹത്തോടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, സ്നേഹിക്കുന്ന വ്യക്തികളെ വിട്ടു പോകണതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. വിട്ടു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ സ്നേഹിച്ച വ്യക്തി അവിടെ ഉണ്ടോയെന്ന് ഉള്ളത് ദൈവവിധി പോലെയാണ്. അപ്പോൾ ഉള്ള സമയം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹിക്കുക, മനസ്സിലാക്കുക. സന്തോഷം, സ്നേഹം ഇതെല്ലാം നിറഞ്ഞാണ് ജീവിതം. ഇതെല്ലാം നിറഞ്ഞുണ്ടാവുന്നത് മാത്രമാണ് ജീവിതത്തിൽ എല്ലാ സർവ്വ സമ്പത്തിനെക്കാട്ടിലും വലിയത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്താണ്? യഥാർത്ഥത്തിൽ സന്തോഷമാണ്. ഒരുപാട് പൈസയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ സന്തോഷവും നമ്മളെ സ്നേഹിക്കാനോ ആൾക്കാരില്ലെങ്കിൽ അതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അപ്പോൾ സ്നേഹിക്കാനുള്ള ആൾക്കാരിനെക്കാട്ടിലും വലിയ സമ്പത്ത് ഈ ഭൂമിയിലില്ല. അപ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലേ, സ്നേഹം കൊടുക്കുക, അതുപോലെ സ്നേഹം ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുക അല്ലേ. അതിന് ചെറിയ സ്നേഹം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം. അതിന് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക. ഒരിക്കലും മറക്കാൻ പാടാത്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ഒരിക്കലും നഷ്ടപ്പെടാൻ പാടാത്തവർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ ഈ പ്രകൃതിയോടൊപ്പം നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കേ, ബൈ.